കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിലേക്ക് അടുത്തു വരുവാനും ഈ പകൽക്കാലം ജീവിക്കാൻ വേണ്ടുന്നതായ ധൈര്യവും ബലവും ശക്തിയും കൃപയും എല്ലാം ലഭിക്കേണ്ടതിനായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഇടപെട്ട് വചനത്താൽ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നെ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആമേൻ. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 48 അധ്യായത്തിൻ്റെ 8 വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 48:8. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത് നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവയുടെ നഗരത്തിൽ കണ്ടിരിക്കുന്നു എന്നാണ് വചനഭാഗം നമുക്ക് വായിക്കുവാനിടയായി തീർന്നത്. 48 സങ്കീർത്തനമാണ്. നമുക്കറിയാം, ഇന്ന് നാം കാര്യങ്ങളൊക്കെയും സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങളെയും കർത്താവിനെ കുറിച്ചെല്ലാം വിശ്വാസത്താലാണ് നാം ഈ കാര്യങ്ങളൊക്കെയും അറിയുന്നത്. ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുച്ഛിക്കും. യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുച്ഛിക്കും. പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനെ കളിയാക്കും. മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെയും കളിയാക്കും. കാരണം അവരതൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണമെങ്കിൽ ലേഖനത്തിൽ വായിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആത്മാവ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവ് ദൈവം ഏതെങ്കിലും മനുഷ്യർക്ക് കൊടുത്താൽ മാത്രമേ അവന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കും അങ്ങനെ വിശ്വാസത്തിൻ്റെ ആത്മാവ് കർത്താവ് നൽകി. അതിനോടൊപ്പം തന്നെ സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മരണാനന്തരമുള്ള നമ്മുടെ ജീവിതം, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ആ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്, നമുക്ക് ആ ആത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നാം വിശ്വസിക്കുന്നത്. ആ ആത്മാവില്ലാത്തവന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവയുടെ നഗരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഭൂമിയിൽ വെച്ച് കേട്ടതാണ്. ഭൂമിയിൽ വെച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമുണ്ട്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ വടക്കേ അറ്റത്താണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്നാണ് അതിന് പറയുന്നത്. ആ സിയോൻ പർവ്വതത്തിൽ യെരുശലേം എന്നുള്ള പട്ടണമുണ്ട്. ആ പട്ടണവും സിയോൻ നഗരത്തിൻ്റെയും
കൂടിയ അളവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2400 കിലോമീറ്റർ നീളവും ഏകദേശം 2400 കിലോമീറ്റർ വീതിയും ഏകദേശം 2400 കിലോമീറ്റർ ഉയരവുമുള്ള ഒരു ബൃഹത്തായ ഒരു പട്ടണമാണ് നമ്മുടെ കർത്താവ് വസിക്കുന്ന പട്ടണം. ആ പട്ടണത്തിൽ വസിക്കുവാനാണ് ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. ആ പട്ടണത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ആ പട്ടണത്തിൽ താമസിക്കാനുള്ള യോഗ്യതകളും ആ പട്ടണത്തിൻ്റെ ഭംഗിയും ആ പട്ടണത്തിൽ നമുക്ക് എന്തെങ്കിലും സ്ഥിരവാസമുണ്ട് എന്നും അങ്ങനെ വിവിധമായിരിക്കുന്ന ആ പട്ടണത്തിൽ ചെല്ലുവാനുള്ള മാർഗങ്ങൾ, ആ പട്ടണത്തിൻ്റെ അവസ്ഥകൾ, ഇതൊക്കെയും നാം ഇന്ന് ഭൂമിയിൽ വെച്ച് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിനെക്കുറിച്ചുള്ള കേൾവി യഥാർത്ഥമായിട്ട് ആരെല്ലാം യഥാർത്ഥമായിട്ട് കേൾക്കുന്നുവോ, ആരെല്ലാം യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നുവോ, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ആ പട്ടണം ആ ദൈവത്തെയും ദൈവം നിർമ്മിച്ചതായ പട്ടണത്തെയും ആ പട്ടണത്തിൽ ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങളും ഒക്കെയും കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ വെച്ച് തങ്ങളുടെ ഓട്ടം തയ്ക്കുന്നവർക്ക് കർത്താവ് അത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിന് വേണ്ടി അബ്രാഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെയും കാത്തിരുന്നു. അവർ ആ പട്ടണത്തെ കണ്ട് അഭിവന്ദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ വെച്ച് ഏതൊരു സന്ദർഭത്തിൽ ദൈവം അവർക്ക് ദർശനമായിട്ട് ആ പട്ടണം കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ആദ്യമൊന്നും ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ആദ്യമേ കർത്താവ് പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോവുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. അപ്പോൾ അബ്രഹാം ഈ പട്ടണത്തെ കണ്ടിട്ടല്ല തൻ്റെ ദേശത്തു നിന്ന് പുറപ്പെട്ടത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. നീ നിന്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും സ്വജനത്തെയും ഒക്കെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് അത് ഇന്നത്തെ പാലസ്തീൻ എന്ന് പറയുന്ന നാടിനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന്. അങ്ങനെയല്ല. പിന്നീട് എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരത്തെ ആണ് യഥാർത്ഥത്തിൽ ദൈവം അവിടെ ഉദ്ദേശിച്ചത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതികമായിട്ട് ഇന്നത്തെ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ബി സി 2000 സമയത്ത് അബ്രഹാമിനോട് അവൻ്റെ സന്തതിക്കും അത് കൊടുക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവനോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമുണ്ട്. അത് അവൻ വിശ്വസിച്ചു. പിന്നീട് ദൈവം അവനെ ദർശനത്തിൽ അത് കാണിച്ചു കൊടുക്കാനിടയായി തീർന്നു. ഇന്ന് അബ്രഹാം അത് കണ്ട് സന്തോഷിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമ്മൾ എന്ത് കേൾക്കുന്നുവോ അതും പ്രകാരം തന്നെ കർത്താവിൻ്റെ ആ നഗരത്തിൽ ചെല്ലുമ്പോൾ, ദൈവം വസിക്കുന്ന ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാണണം. അതുപോലെ തന്നെ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? നമ്മുടെ വിശ്വാസം സത്യവിശ്വാസമായിരിക്കണം. ലോകത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ ധാരാളം പല വിധത്തിലാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള അറിവുകളും പല വിധത്തിലാണ്. ജാതികൾ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള അറിവുള്ളവരുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ മരിച്ചു ചെന്ന് കഴിയുമ്പോൾ അവിടെ അനേകം സുന്ദരിമാർ കിട്ടും. ഈ ലോകത്ത് എന്തെല്ലാം ദോഷം ചെയ്താലും കുഴപ്പമില്ല, പിന്നെയോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ധാരാളം സുന്ദരിമാരാണ് അവരെ എതിരേൽക്കുന്നത്. അപ്പോൾ അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ആ ഒരു വിധത്തിലാണ്. ഇതിപ്പോൾ ക്രിസ്തീയതയിൽ തന്നെയാണെങ്കിലും വിവിധ തരത്തിലാണ് സ്വർഗത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അത് പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ജീവിതം കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും അവരെ മനസ്സിലാക്കി എടുത്തിരിക്കുന്ന സ്വർഗം എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും വേറൊന്നാണ്. കാരണം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം അവരെ ഉള്ളവരെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ സ്വഭാവവും അവരുടേതായിരിക്കുന്ന ജഡീക സ്വഭാവങ്ങളും അവരുടേതായിരിക്കുന്ന പൈശാചിക സ്വഭാവങ്ങളും ത്തിന് ഒത്തവണ്ണം ഒരു ദൈവത്തെയാണ് അവർ കാത്തിരിക്കുന്നത്. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കർത്താവിനെ യഥാർത്ഥമായിട്ട് കാണുവാനും സ്വർഗത്തിലുള്ള യഥാർത്ഥമായ വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? നിശ്ചയമായിട്ടും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കണം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള വെളിച്ചം നമുക്ക് കിട്ടുകയുള്ളൂ. സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ വെളിച്ചം നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ പ്രത്യാശിച്ചിരിക്കുന്നവർക്ക്, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചും ഇരിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? ദൈവം സ്വർഗത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും സ്പഷ്ടമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്ന് ലോകത്ത് അനവധിയായ ഉപദേശങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്, സത്യോപദേശം അല്ലാണ്ട്
വ്യാപരിക്കുന്ന സകല ഉപദേശങ്ങളും നമ്മുടെ ചെവിയിലെത്തുവാനും നമ്മൾ വിശ്വസിക്കുവാനും കാരണമായി തീരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. വചനം പറഞ്ഞിരിക്കുന്നത് തമ്മിൽ തമ്മിൽ ബഹുമാനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള മാനം അന്വേഷിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കും? അപ്പോൾ തമ്മിൽ തമ്മിൽ ആരെല്ലാം തൻ്റെതായിരിക്കുന്ന ബഹുമാനം അന്വേഷിക്കുന്നുവോ, തമ്മിൽ തമ്മിലുള്ള ബഹുമാനങ്ങളെ അന്വേഷിക്കുന്നുവോ, അവർക്കൊരിക്കലും ഈ സത്യോപദേശം വെളിപ്പെടുകയില്ല. ഏക സത്യ ദൈവത്തിൽ നിന്നുള്ള മാനം എനിക്ക് മതി. എനിക്ക് മനുഷ്യരാലുള്ള മാനം വേണ്ട. എന്നെ ആരും മാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്നവന് ദൈവം എന്ത് ചെയ്യും? സ്പഷ്ടമായിട്ട് സ്വർഗത്തിലെ കാര്യങ്ങൾ അവനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീരും. ദൈവത്തെക്കുറിച്ച് അവന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയായി തീരും. അങ്ങനെ അത് അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? വചനം പറഞ്ഞിരിക്കുന്നത് കാഴ്ചപ്രകാരമുള്ള വിശ്വാസമല്ല, പിന്നെയോ വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. വിശ്വാസം കാഴ്ചയാലല്ല വരുന്നത്. ഏറ്റവും ശ്രേഷ്ഠകരമായ നമ്മുടെ ഹൃദയം വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. ദൈവം അയക്കുന്ന തൻ്റെ വചനത്താൽ അത് നമ്മുടെ ഹൃദയത്തിൽ, ചെവിയിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവം കണ്ടിട്ടുള്ളവനാണെങ്കിൽ, ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം മാത്രം അന്വേഷിച്ച് കാത്തിരിക്കുന്നവനാണെങ്കിൽ അവന് സ്വർഗീയമായിരിക്കുന്ന ചിത്രം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. മോശയ്ക്ക് സമാഗമന കൂടാരത്തെ വരച്ചു കൊടുത്തതുപോലെ, ദാവീദിന് യെരൂശലേം ദേവാലയം വരച്ചു കൊടുത്തതുപോലെ, നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ചും യേശു ആരാണെന്നതിനെ കുറിച്ചും യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും എല്ലാം വരച്ചു തരും. അതോടൊപ്പം തന്നെ ദൈവം നിർമ്മിച്ചതും ദൈവം അടിസ്ഥാനമിട്ടതുമായ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചും സ്വർഗീയ പ്രത്യാശയെക്കുറിച്ചും കർത്താവ് വരച്ചു തരുവാനായിട്ട് ഇടയായിട്ട്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുന്നത്, ഇതാ തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന് ഒരു ഭാര്യ അന്വേഷിച്ച് തൻ്റെ ദാസനെ തൻ്റെ പിതൃദേശത്തേക്ക് അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അബ്രഹാം. അങ്ങനെ അബ്രഹാമിൻ്റെ ദാസൻ അവിടെ ചെന്ന് ഇസ്ഹാക്കിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും അവർക്കുള്ള സ്വത്തുവകളെക്കുറിച്ചും അവർക്കുള്ള വസ്തുവകളെക്കുറിച്ചും അവരെ ദൈവം വിളിച്ച വഴികളെക്കുറിച്ചും ഒക്കെയും ലാബാനോടും കുടുംബത്തോടും പറഞ്ഞപ്പോൾ റിബേക്ക അത് വിശ്വസിച്ചു. ലാബാനും അതുപോലെ റിബേക്കയുടെ അമ്മയും ലാബാനും ഒന്നും ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം ബാല എന്നോടുകൂടെ പോരട്ടെ എന്ന് ദാസൻ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന ബാലയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. ബാല പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാരണം ഇസ്ഹാക്കിനെ കുറിച്ചും അവരുടെ ഭവനത്തെക്കുറിച്ചും അവർക്ക് ദൈവസന്നിധിയിലുള്ള മാനത്തെക്കുറിച്ചും ദേശത്തുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചും എല്ലാം അവൾ കേട്ടതൊക്കെയും അവൾ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കേട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് ചില സമയങ്ങൾക്ക് ശേഷമായിട്ട് ദാസനോടുകൂടെ അബ്രഹാം പാർക്കുന്ന ആ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കേട്ടതുപോലെ കാര്യങ്ങളൊക്കെയും കണ്ട് റിബേക്ക സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കാരണം വിശ്വസ്തനായിരിക്കുന്ന ദാസനെയാണ് അങ്ങോട്ട് പറഞ്ഞത്. ദാസൻ പറഞ്ഞതിൽ യാതൊരു വ്യാജവുമില്ല. ഉള്ള കാര്യം അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ റിബേക്ക വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. റിബേക്ക അങ്ങനെ ഇസ്ഹാക്കിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെയും കണ്ട് ഏറ്റവും കേട്ടതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയും കണ്ട് ഏറ്റവും സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നാം കേൾക്കുന്നത് പോലെ തന്നെ, ലോകത്ത് നമ്മൾ മുമ്പ് പറയുന്നത് പോലെ അനേകായിരം വിശ്വാസങ്ങൾ ലോകത്തുണ്ട്. 3000-ൽ പരം വിശ്വാസം ലോകത്തുണ്ട്. ഇതൊക്കെയും ഏതൊക്കെയായാലും ഒരു വിശ്വാസം മാത്രമേ സത്യമുള്ളൂ. ബാക്കിയുള്ള ഉപദേശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? അതൊക്കെയും വന്നത് നമ്മൾ മുമ്പ് പറയുന്നതുപോലെ ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം അന്വേഷിക്കാതെ തമ്മിൽ തമ്മിൽ ബഹുമാനങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട്, മനുഷ്യരാലുള്ള ബഹുമാനത്തെയും ലോകത്താലുള്ള മാനത്തെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് സത്യവിശ്വാസം വിറ്റുകളഞ്ഞ അനേകരുടെ ബുദ്ധിയിൽ തോന്നിയ അനേക ഉപദേശങ്ങളാണ് ലോകത്ത് പരക്കുന്നത്. ആ ഉപദേശപ്രകാരം ആരെങ്കിലും കർത്താവിനെ കാത്തിരുന്നാൽ ആ ഉപദേശപ്രകാരം ഉള്ള സ്വർഗത്തെ പ്രവേശിക്കുവാനായിട്ട് അവർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ വക കാര്യങ്ങളൊന്നും കാണുകയില്ല. അവര് എന്നേക്കും ലജ്ജിച്ചു പോകാൻ ഇടയായിത്തീരും. അവരെ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിട്ട് ഇരിപ്പാൻ ഇടയായിത്തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നാം എന്ത് കേൾക്കുന്നു, നാം എന്ത് വിശ്വസിക്കുന്നു, നമ്മുടെ ഹൃദയാവസ്ഥ എന്താണ് എന്നതിനെ കൂടി നമ്മൾ പരിശോധിക്കണം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയാവസ്ഥ ശരിയല്ലെങ്കിൽ ഏകസത്യ ദൈവത്തിനുള്ള മാനം അന്വേഷിക്കാതെ ലോകത്താലുള്ള മാനവും ജഡത്തിന്റെ പ്രവൃത്തികളുമായിട്ട് നടക്കുന്നതെങ്കിൽ സത്യം നമ്മളെ ഗ്രഹിപ്പിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാതെ വരും. ഇനി അല്ല,
നമ്മുടെ ഹൃദയം വഷളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഏകസത്യ ദൈവത്തിനുള്ള മാനം അന്വേഷിക്കാതെ സ്വന്തം മാനം അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്വർഗീയമായ കാര്യങ്ങളായിരിക്കില്ല നമ്മൾ കേൾക്കുന്നത്. ചില കൂട്ടർ വിശ്വസിക്കുന്നുണ്ട് സ്വർഗവും നരകവും ഒക്കെ ഈ ലോകത്ത് തന്നെയാണ്, ഈ ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഉപദേശങ്ങളുണ്ട്. ദൈവം മൂന്നാണെന്ന് വിശ്വസിക്കുന്ന ഉപദേശങ്ങളുണ്ട്. ദൈവപുത്രൻ ഇല്ല എന്ന് പറയുന്ന വിശ്വാസമുണ്ട്. ഏകസത്യ ദൈവത്തിന്റെ കാര്യം തന്നെ വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ പുത്രൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെയും സ്വർഗത്തിൽ ചെന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേട്ട കാര്യം ഒന്ന്, അവിടെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊന്ന്. അവർക്ക് സ്വർഗീയമായിരിക്കുന്ന പ്രതിഫലം അവർക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. വചനം പറഞ്ഞിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും നീക്കിക്കഴിഞ്ഞാൽ അവന് അവിടെയുള്ള ആ സ്വർഗീയമായിരിക്കുന്ന അവകാശത്തിനും അവന് അവകാശം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരും. മനുഷ്യരെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അവകാശം കുറഞ്ഞു പോകാനിടയായിത്തീരും. അങ്ങനെ ഈ ലോകത്ത് ഇതാ അനേക ഉപദേശങ്ങളും അനേക കാര്യങ്ങളും ഒക്കെയും പരന്നിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം ശരിയാണോ, ഞാൻ ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, എന്തെങ്കിലും വ്യാജമുണ്ടോ, തെറ്റുണ്ടോ എന്ന് തിരിച്ചറിയാതെ അനവധി ജനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചറിയാനുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. സ്വന്തം മഹത്വം അന്വേഷിക്കാതെ കർത്താവിന്റെ മഹത്വം മാത്രം അന്വേഷിക്കുന്നുവെങ്കിൽ യേശുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും യഥാർത്ഥമുള്ള വാർത്ത തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിക്കും. അത് നമ്മൾ വിശ്വസിക്കും. വിശ്വസിച്ചത്തോളം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ കേട്ട പ്രത്യാശയ്ക്ക് വേണ്ടി അവസാനത്തൊന്നും നമ്മൾ കാത്തിരിക്കും. ആ പ്രത്യാശ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ആ പ്രത്യാശ കണ്ട് നമ്മൾ കേട്ടതൊക്കെയും അതുപോലെ തന്നെ കണ്ടു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനോട് എന്നേക്കും നമ്മൾ കേട്ടതും വിശ്വസ്തമായ അതേ നിലവാരത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളെ യഹോവയുടെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ലോകത്തുള്ള അനവധി മനുഷ്യരും ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നു. വിശ്വാസം സംബന്ധിച്ച്, യേശുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ചൊക്കെയും അനവധി കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷെ അതൊന്നും അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അവര് എന്നേക്കും അവർ ലജ്ജിച്ച്, അവർ നാണിച്ച്, അവർ ലജ്ജിച്ച് മൗനമായിട്ടിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഇതാ ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം മാത്രം അന്വേഷിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ദൈവം ആ സത്യം ഗ്രഹിപ്പിക്കും. ആ സത്യത്തിനൊത്തണം അവർ ഈ ഭൂമിയിൽ ജീവിക്കും. ഭൂമിയിലെ ജീവിതത്തിന് ശേഷം കർത്താവിന്റെ സ്വർഗത്തിൽ ചെന്ന് കേട്ടതുപോലെ തന്നെ കണ്ട് അത് പ്രാപിച്ച് കർത്താവിനോടൊക്കെ എന്നേക്കും വസിക്കുവാൻ ഇടയായിത്തീരും എന്ന് അറിഞ്ഞുകൊണ്ട്, ഇതാ നാം കേൾക്കുന്നത് നാം കേട്ടത് അതുപോലെ തന്നെ കാണുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ വിശദീകരിക്കാം. ദൈവത്തിൽ നിന്നുള്ള ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം തന്നെ അന്വേഷിച്ച് നമുക്ക് ഇതാ കർത്താവിനെ വിശ്വസിക്കുവാനും കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാനും സ്വർഗത്തിൽ ചെന്ന് അത് പ്രാപിക്കുവാനും നിശ്ചയമായിട്ടും ഇടവരും എന്ന് ഈ പ്രഭാതത്തിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രത്യാശ കർത്താവിൽ വയ്ക്കാം. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ടതായ കർത്താവെ, സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമടിയങ്ങൾ ഭൂമിയിൽ വെച്ച് യേശുവിനെ കുറിച്ചും കർത്താവെ ദൈവത്തെക്കുറിച്ചും കർത്താവെ ദൈവമേ സ്വർഗീയ സിയോനെ കുറിച്ചും കർത്താവ് യെരൂശലേം എന്ന പട്ടണത്തെക്കുറിച്ചും പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും ഒക്കെയും ഞങ്ങൾ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കർത്താവ് ദൈവമേ, എന്നാൽ അടിയങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണെങ്കിലും കർത്താവ് അടിയങ്ങൾ ദൈവമേ മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നവരാണെങ്കിൽ അടിയങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നവരാണെങ്കിൽ അടിയങ്ങളുടെ ഹൃദയത്തിൽ ദുരുപദേശം കിടക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാകും. സ്വർഗത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ കാര്യങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ സാധിക്കാതെ അവ്യക്തമായതും വികലമാക്കിയതുമായ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും, അത് വിശ്വസിക്കാൻ ഇടയായിത്തീരും. എന്നാൽ സ്വർഗത്തിൽ ചെന്ന് അത് കാണാതെ അടിയങ്ങൾ എന്നേക്കും ലജ്ജിച്ചു പോകും. എൻ്റെ കർത്താവ്, എന്നാൽ ഇന്നീ പ്രഭാതത്തിൽ ഏകസത്യ ദൈവത്തിൽ നിന്നുള്ള മാനം തന്നെ അന്വേഷിച്ച് കർത്താവെ ദൈവമേ, കർത്താവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ, അടിയങ്ങളെ പ്രത്യാശയെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി സ്വർഗത്തിൽ ചെന്നത് കണ്ട് സന്തോഷിക്കുവാൻ അടിയങ്ങൾക്ക് ഏവർക്കും കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാതനകളെല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഏതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം.